ശ്രീ പി സി ജോർജ്, ആരൊക്കെ ആയിട്ടാണ് ഈ സജി മഞ്ഞക്കടമ്പൻ സംസാരിക്കുന്നത്? പി സി അതിനകത്തൊരു മധ്യസ്ഥം വഹിക്കുന്നുണ്ടോ? ഞാൻ ഇതിനൊന്നും മധ്യസ്ഥം വഹിക്കാൻ ബാധ്യസ്ഥനല്ല. സജി മഞ്ഞക്കടമ്പൻ എന്നോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അതിന് മധ്യസ്ഥം വഹിക്കും. കാരണം ഞാൻ BJPയുടെ ഒരു പ്രവർത്തകനാണ്. സജി മഞ്ഞക്കടമ്പൻ തയ്യാറാകുന്നെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനോടും കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിലാലും ഞങ്ങൾ എല്ലാം കൂടെ ആലോചിക്കും. തീർച്ചയായിട്ടും അത് ഇങ്ങോട്ട് ആവശ്യപ്പെടാം, അങ്ങോട്ട് പോയി ആവശ്യപ്പെടുന്ന പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല. മഞ്ഞക്കടമ്പൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, നമുക്കത് ആലോചിക്കാം, ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ. ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ സജി മഞ്ഞക്കടമ്പൻ പല ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതാണല്ലോ. ജോസ് കെ മാണി അതിനിശ്ചിതമായി വിമർശിക്കുന്ന ആളായിട്ടാണ് ഞാൻ സജി മഞ്ഞക്കടമ്പനെ എപ്പോഴും കാണാറുള്ളത്. അങ്ങനെ അയക്കുന്ന സജി മഞ്ഞക്കടമ്പന് ജോസ് കെ മാണിയുടെ കൂടെ പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അത് എങ്ങനെ പോകാൻ കഴിയില്ല നികേഷേ. ഇപ്പം ഇതിനകത്തുണ്ടായ സംഭവം ഞാൻ പറയാം, മഞ്ഞക്കടപ്പിന് ഇച്ചിരി ഒന്ന് അംഗീകാരം കൊടുത്തിരുന്നെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പി സി ജോർജ് മാണി സാറിനെ ഏതൊക്കെ തരത്തിൽ വിമർശിച്ച അവസാനം പി സി ജോർജ് മാണി സാറിന്റെ കൂടെ പോയല്ലേ? ഞാൻ മാണി സാറിൻ്റെ അടുത്ത് പോയതല്ലല്ലോ. മാണിയും ജോസഫും പി സി പറയും 3 പാർട്ടി ഒന്നിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒന്നിച്ചതല്ല, ഞാൻ കൂടെ പോയില്ല. അത് നികേഷിന് തെറ്റാണ്. ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3 പാർട്ടിയായിരുന്നു. ഒരുമിക്കാൻ തീരുമാനിച്ച് 3 പാർട്ടികൾ ഒന്നിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ജോസഫിൻ്റെ മാണിയുടെ കൂടത്തിൽ പോയില്ല. ഈ കേരള കോൺഗ്രസ് പിരിച്ചുവിടണം നികേഷ്. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. പാർട്ടിയാണ്. അതാരാ ചോദിച്ചത്? വി പി സഹീന്ദ്രനാണോ? ജോസ് കെ മാണി എടുത്താലോ എടുത്തില്ല. എവിടെ ജോസ് കെ മാണി? എത്ര അടുത്ത ഇലക്ഷൻ, അടുത്ത 26 ദിവസം ജോസ് കെ മാണി പാർട്ടി വെല്ലുവിളിയാണ് കേട്ടോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. അതല്ല, വിശാഖനാണെങ്കിലും ഫലമൊന്നുമില്ല, ഒരു ഫലവും ഇല്ല. ഈ അടുത്ത 26 അസംബ്ലി മാണിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കോളും. ശരി, എനിക്കൊരു ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് ഞാൻ സജി മഞ്ഞക്കടമ്പന്റെ മറുപടി. നന്ദി. പറയുന്ന ആരാണ് ഇത്ര മാന്യൻ? ആരാ? പി സി കുറച്ച് സമയം കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ പി സി നിൽക്കണം. ഇല്ല.